നമ്മുടെ വീടുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന DTH സെറ്റ് ഓഫ് ബോക്സിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ സെക്ഷനാണ്. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന 12 വോൾട്ടിനെ മൾട്ടിപ്പിൾ വോൾട്ടേജ് ആക്കി മാറ്റുന്നതിനാണ് ഈ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കോർ പ്രൊസസ്സർ വർക്ക് ചെയ്യണമെങ്കിൽ 3.3 വോൾട്ട് വേണം. അതുപോലെ USB-ക്ക് 5 വോൾട്ട്, RF ട്യൂണറിന് 18 വോൾട്ട്. ഈ 18 വോൾട്ടാണ് നമ്മുടെ LNBയിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് RF സിഗ്നലിനെ റിസീവ് ചെയ്യുന്നത്. ഇങ്ങനെ ട്യൂൺ ചെയ്ത് റിസീവ് ചെയ്ത സിഗ്നലിനെ നേരെ കൊണ്ടുപോയി വിടുന്നത് നമ്മുടെ മെയിൻ കോർ പ്രൊസസ്സറിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഏത് ചാനൽ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ട്യൂൺ ചെയ്ത് റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ മെയിനായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ കാണുന്ന സാധനം നമ്മുടെ സിം കാർഡ് പോലെ ഇരിക്കുന്ന ഇതിനെയാണ് നമ്മൾ സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഈ ഓരോ സ്മാർട്ട് കാർഡിനും ഒരു പ്രത്യേക നമ്പർ കാര്യങ്ങളൊക്കെ എൻകോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തെ ഈ ഒരു സെക്യൂരിറ്റി ചിപ്പും കാണാൻ സാധിക്കും. അപ്പോൾ ആ ഡേറ്റ വന്നെന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് നമ്മുടെ പ്ലാനും കാര്യങ്ങളെല്ലാം മാച്ചായെങ്കിൽ മാത്രമേ അത് ഡീകോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ലോക്കിംഗ് മെക്കാനിസം കൂടി ഇതിനകത്ത് ഉണ്ട്. ഇത് ബൈപ്പാസ് ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ഈ കോർ പ്രൊസസ്സറിൻ്റെ അടുത്ത് തന്നെ ഇടതും വലത്തുമായിട്ട് ചെറിയ 2 IC ചിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് ചിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം പ്രിഫറൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ സെറ്റിങ്സ് എല്ലാം സേവ് ചെയ്യാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി രണ്ടാമത് കാണുന്ന ഈ ചിപ്പിലാണ് നമ്മുടെ ഫേംവെയർ, അതായത് ഈ ഒരു സിസ്റ്റം ബൂട്ട് ചെയ്യാനും ലോഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഫയലുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തേക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു 2 GB റാമും കൂടെ കാണാൻ സാധിക്കും ഇതിനകത്ത്. എന്ത് കാര്യം ലോഡ് ചെയ്യണമെങ്കിലും നമുക്ക് റാമിലല്ലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ കാണുന്നത് റേഡിയോ ഫ്രീക്വൻസി അഥവാ RF റിമോട്ടിൽ നിന്നുള്ള സിഗ്നലിനെ റിസീവ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനുള്ള സർക്യൂട്ടാണ്. അത് നമ്മുടെ ഈ പ്രൊസസ്സറുമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. പ്രൊസസ്സർ നമ്മുടെ ട്യൂണറുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി RF റിമോട്ട് പോലെ തന്നെ ഇൻഫ്രാറെഡ് റിമോട്ട്, ട്രഡീഷണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ട് കൺട്രോളും അതിൻ്റെ സർക്യൂട്ടറി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ റിസീവ് ചെയ്ത് ഡീകോഡ് ചെയ്ത് വരുന്ന ഡേറ്റയെ നമുക്കൊരു HDMI ഇൻ്റർഫേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഇൻ്റർഫേസിങ് IC ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അതുവഴി HDMI ഔട്ടായിട്ടും കിട്ടും. ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള അനലോഗ് ഔട്ട്പുട്ടാണ് വേണമെങ്കിൽ അതിനുള്ള റെസിസ്റ്റർ കപ്പാസിറ്റർ നെറ്റ്വർക്കും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ബോക്സിൻ്റെ നിർമ്മാണ സമയത്ത് പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ പ്രത്യേക സ്ലോട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ടെമ്പററി സ്ലോട്ടാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് പ്രോഗ്രാമിംഗ് എല്ലാം വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സെറ്റപ്പ് ബോക്സിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം നല്ല നല്ല അറിവുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.